Hi everyone, welcome to Maxion. IIT JAM 2024 മാത്സ് പേപ്പർ സൊല്യൂഷൻ സീരീസിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y into 8x minus 9y into dx plus 2x into x minus 3y dy equal to 0, then which one of the following statement is true എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് നോക്കിയാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ആണോ എന്നും അതേപോലെ നോട്ട് എക്സാക്ട് ആണോ എന്നും ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ ഹോമോജീനസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വരും. സോ ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സം എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണുള്ളത്. ഇവിടെ എം എന്താണ് വരുന്നത്? y ഇൻറ്റു 8x minus 9y ആൻഡ് n എന്താണ് വരുന്നത്? 2x ഇൻറ്റു എക്സ് മൈനസ് 3y. ഓക്കെ, സോ ഈ രണ്ട് എമ്മിലും എന്താണ് y കോമൺ ആയിട്ട് പുറത്തുണ്ട് എമ്മില്, അതേപോലെ എക്സ് എന്നില് 2x കോമൺ ആയിട്ട് പുറത്തുണ്ട്. ആ കോമൺ ആയിട്ടുള്ള y നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ m ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 8xy മൈനസ് 9y സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അതേപോലെ എന്നിലേക്ക് വരുമ്പോൾ 2x നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് 3 into 2 6 6xy ആയിട്ട് മാറും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കണ്ടീഷൻ എന്താണ്? ഇക്വേഷൻ എക്സാക്ട് ആവണമെങ്കിൽ എം വൈ ഈക്വൽ ടു എന്തായിരിക്കണം? എൻ എക്സ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എം വൈ എന്താണെന്ന് കണ്ടു നോക്കാം. എം വൈ ഈക്വൽ ടു 8xy അവിടെ വിത്ത് റെസ്പെക്ട് വൈ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 8x ആണ് വരുന്നത്. മൈനസ് വൈ സ്ക്വയറിന്റെ 2y ആണ്, 9 into 18 ആണ്. സോ 18y ആണ് നമുക്ക് എന്ത് വരുന്നത്? സെക്കൻഡ് ടേമിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നത്. ഇനി നമുക്ക് എൻ എക്സ് കണ്ടു നോക്കാം. എൻ എക്സ് കാണുമ്പോൾ എക്സ് സ്ക്വയറിന്റെ 2x ആണ്. സോ 4x വരും അവിടെ, മൈനസ് 6y വരും. ഓക്കെ, 4x മൈനസ് 6y വരും. അപ്പോൾ ഇതെന്താണ്? ക്ലിയർ ആണ്. 8x മൈനസ് 18y ആണ് എം വൈ ആൻഡ് 4x മൈനസ് 6y ആണ് എൻ എക്സ്. സോ ഇത് രണ്ടും എന്താണ്? നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തല്ല? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നോട്ട് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എമ്മിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ രണ്ട് ടേം ആണ് അവിടെ ഉള്ളത്. എക്സ് വൈ ഉണ്ട്, അതിന്റെ ഡിഗ്രി എന്താണ്? അപ്പം എക്സും വൈയും ഉണ്ട്. അപ്പോൾ അവിടെ ഡിഗ്രി എന്താണ്? 2 ആണ് വരുന്നത്. അതേപോലെ ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ടേമിലും ഡിഗ്രി എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇവിടെ എന്നിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആണുള്ളത്. അവിടെ ഡിഗ്രി എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇവിടെ എക്സ് വൈ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ടേമിലെയും ഡിഗ്രി എന്താണ്? വേരിയബിൾസിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? സോ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്ക് ഡിഗ്രി യൂസ് ചെയ്തിട്ട് ഡിഗ്രി എല്ലാ വേരിയബിളിന്റെയും പവർ അല്ലെങ്കിൽ വേരിയബിൾസിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് എല്ലാ ടേമിലും സെയിം ആണെങ്കിൽ അതെന്താണ്? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? യൂഷ്വലി നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം ആൻഡ് ദ ഫംഗ്ഷൻ നമുക്ക് ഉള്ളിലേക്ക് വരണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഗ്രി ഓഫ് ഓർഡർ 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം ഡിഗ്രി വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, ബട്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ നമുക്ക് ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് സ്ക്വയറിനെ എമ്മുമായിട്ടും അതേപോലെ എന്നുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് കിട്ടുന്ന എം ആൻഡ് എൻ, ന്യൂ എം ആൻഡ് എന്നിൽ നമ്മൾ എം എക്സ് ഈക്വൽ ടു എൻ വൈ എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണെന്ന് നോക്കാം. എം എന്ന് പറയുന്നത് വൈ ഇൻറ്റു 8x മൈനസ് 9y ആണ്. അതായത് 8xy മൈനസ് 9y സ്ക്വയർ. സോ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ വരുമ്പോൾ 8x ക്യൂബ് വൈ മൈനസ് 9x സ്ക്വയർ വൈ ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ n ഇൻറ്റു എക്സ് സ്ക്വയർ കാണുമ്പോൾ n നമുക്ക് കിട്ടിയിട്ടുള്ളത് 2x സ്ക്വയർ മൈനസ് 6xy ആണ്. സോ 2x സ്ക്വയർ എന്നുള്ളത് 2x റൈസ് ടു 4 ആയിട്ട് മാറും. മൈനസ് 6xy എന്നുള്ളത് 6x ക്യൂബ് വൈ ആയിട്ട് മാറും. ഓക്കെ, ഓക്കെ കറക്റ്റ്, 6x ക്യൂബ് വൈ ആയിട്ട് മാറും.
സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂ എം എന്ന് പറയുന്നത്. അതേപോലെ ഇതാണ് നമ്മുടെ ന്യൂ എൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എം വൈ ഈക്വൽ ടു എൻ എക്സ് ചെക്ക് ചെയ്ത് നോക്കാം. എം വൈ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 8x³ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് 1 ആയിട്ട് മാറും. സോ 8x³ മൈനസ് 9x². നമുക്കിവിടെ 9x² y ആണുള്ളത്, അവിടെ 9y² ആണ് വരുന്നത്. സോ ഇവിടെ ഒരു y² വരുന്നുണ്ട്. സോ y²ൻ്റെത് 2y ആണ്. സോ 9 × 2 18y ആയിട്ട് മാറും. സോ 18x² y ആയിട്ട് മാറും അത്. ഓക്കെ, എൻ വൈ എന്ന് പറയുന്നത് 4x4 4x³ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 8x³ വരും മൈനസ് നമുക്ക് അവിടെ 3 × 6 18 വരും. 18x² y ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് ക്ലിയർ ആണ്, 8x³ മൈനസ് 18x² y ആണ് എം വൈ ആൻഡ് എൻ എക്സ്. എം വൈ ഈക്വൽ ടു എൻ എക്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ x² എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോട്ട് എക്സാക്ട് ആൻഡ് x² ഹാസ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ആൻഡ് ഹോമോജീനസ്, അത് റോങ് ആണ്. ഹോമോജീനസ് ആണ് ബട്ട് എക്സാക്ട് അല്ല. തേർഡ് ഓപ്ഷൻ നോട്ട് എക്സാക്ട് കറക്റ്റ് ആണ് ബട്ട് നോട്ട് ഹാവ് x² ആസ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതും എന്താണ്? റോങ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോട്ട് ഹോമോജീനസ് ആണ് ഓപ്ഷൻ ഡി, അതും എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 42th ക്വസ്റ്റ്യൻ ആണ്. ഇത് ന്യൂമറിക്കൽ ടൈപ്പ് ആ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. Let y from R to R be the solution of the differential equation y double dash plus 2y dash plus 5y equal to 1, satisfying y of 0 equal to 0 and y dash of 0 equal to 1. Then limit extending to infinity y of x എന്താണെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അതായത് ഹോമോജീനസ് പാർട്ടിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് റൂട്ട് കണ്ടുപിടിക്കണം. y ഡബിൾ ഡാഷ് അതായത് m² പ്ലസ് 2 × y ഡാഷ് 2m പ്ലസ് 5 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കണം. സോ m is equal to -2 plus or minus root b² minus 4ac 4 minus 4ac that is equal to 20 divided by 2. അതായത് -2 plus or minus root -16 divided by 2 -2 plus or minus 4i divided by 2. നമുക്ക് എല്ലായിടത്തും നിന്ന് 2 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് -1 പ്ലസ് ഓർ മൈനസ് 2i ആണ് എന്തായിട്ട് കിട്ടുന്നത്? റൂട്ടായിട്ട് കിട്ടുന്നത്. -1 പ്ലസ് 2i ആൻഡ് -1 മൈനസ് 2i ആണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷന്റെ റൂട്ടായിട്ട് ഇവിടെ കിട്ടുന്നത്. സോ നമ്മുടെ സൊല്യൂഷൻ YH എന്ന് പറയുന്നത്, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോമോജീനസ് പാർട്ടിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ആൽഫ ഈക്വൽ ടു -1 ആണ്. e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos ബീറ്റ എക്സ് പ്ലസ് C2 cos ബീറ്റ എക്സ് C2 sin ബീറ്റ എക്സ് ആണ് സൊല്യൂഷൻ. സോ ആൽഫ എന്താണ് ഇവിടെ? 1 ആണ്, -1 ആണ്. സോ e റൈസ് ടു മൈനസ് ആൽഫ എക്സ് -1 ഇൻറ്റു എക്സ് ഇൻറ്റു C1 cos ബീറ്റ എക്സ്, ബീറ്റ ഈക്വൽ ടു 2 ആണ്. C1 cos 2x പ്ലസ് C2 sin 2x. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹോമോജീനസ് പാർട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാം. കാരണം RHS ൽ നമുക്ക് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്. സോ അതിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? e റൈസ് ടു 0 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. e റൈസ് ടു 0 x ആയിട്ട് റീപ്ലേസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? e റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് YP എന്ന് പറയുന്നത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? e റൈസ് ടു 0x ഡിവൈഡഡ് ബൈ f of t. f of t എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? d² പ്ലസ് 2d പ്ലസ് 5 ആണ് അല്ലെ. d² പ്ലസ് 2d പ്ലസ് 5 ആണ്. സോ നമ്മൾ e റൈസ് ടു ax ഫംഗ്ഷൻ RHS ൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് d ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. d ഈക്വൽ ടു a ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ d എന്താണ്? 0 ആണ്. സോറി, a എന്താണ്? 0 ആണ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 5 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? YP ആയിട്ട് കിട്ടുന്നത്. സോ നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു YH പ്ലസ് YP which is equal to e raised to minus x into C1 cos 2x plus C2 sin 2x plus 1 by 5. ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺസ്റ്റന്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ.
അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് y ഓഫ് 0 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, അതേപോലെ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. C1 C2 നമുക്ക് കണ്ടുപിടിക്കണം. ബട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്നാണ് അല്ലെ. അപ്പോൾ C1 C2 ഇല്ലാതെ തന്നെ, കാരണം e റൈസ് ടു മൈനസ് എക്സ് e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു C1 കോസ് ടു എക്സ് പ്ലസ് C2 സൈൻ ടു എക്സ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ e റൈസ് ടു മൈനസ് എക്സ് ആണ് വരുന്നത്. e റൈസ് ടു മൈനസ് എക്സ് അവിടെ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അതെന്തായിട്ട് മാറും? e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. സോ ദ ഹോൾ ടേം ഗോസ് ടു ദിസ് ഹോൾ ടേം ഗോസ് ടു 0 when x is approaching to ഇൻഫിനിറ്റി. ഓക്കെ, കാരണം e റൈസ് ടു മൈനസ് എക്സ് അവിടെ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ e റൈസ് മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും, അത് എന്താണ്? 0 ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ടേം മൊത്തം നമ്മുടെ YH പാർട്ട് മൊത്തം 0 പോകും x ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ. സോ നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്നത്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് ഈക്വൽ ടു 1/5 ആണ് നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്. ഇവിടെ 1/5 ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് C1ഉം C2ഉം ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് y ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1 യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റി നമ്മൾ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ C1 ആൻഡ് C2 അത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ടേം 0 പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 1/5 ആണ്. സോ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ.